നമ്മൾ റൂട്ട് ലോക്കസ് എന്ന് പറഞ്ഞാൽ ലോക്കസ് ഓഫ് കെ ആണ്. അപ്പോൾ നമ്മുടെ ഈ തന്നിട്ടുണ്ട് ഒരു യൂണിറ്റി ഫീഡ്ബാക്ക് കൺട്രോൾ സിസ്റ്റം തന്നിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫീഡ്ബാക്ക് യൂണിറ്റിയാണ്, അല്ലെങ്കിൽ ജി ഓഫ് എസ് എച്ച് ഓഫ് എസ് എന്ന് വരും. ഫീഡ്ബാക്ക് ഇസ് എച്ച് ഓഫ് എസ്. സോ അപ്പം നമ്മളിവിടെ ജി ഓഫ് എസ് ഇക്വൽ ടു കെ ബൈ എസ് ഇൻറ്റു എസ് കെയർ പ്ലസ് 4s പ്ലസ് 13. അതിന് റൂട്ട് ലോക്കസ് വരയ്ക്കുക. കെയുടെ ലോക്കസ് ആണ് നമ്മൾ വരയ്ക്കുന്നത്. മേളിലുള്ളത് സീറോസും താഴെയുള്ളത് പോൾസുമാണ്. അപ്പം മേലെയുള്ള സീറോസ് ആണല്ലോ. അപ്പം സീറോസ് ആയിട്ട് എസിൻ്റെ ടേംസ് ഒന്നുമില്ല. അപ്പോൾ സീറോസ് നമുക്ക് എടുക്കാനും പറ്റത്തില്ല. ഓക്കെ, താഴത്തത് പോൾസ് ആണ്. എസ് ഇസ് ഈക്വൽ ടു 0 ഒരു പോളാണ്. അതുപോലെ എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 13ൻ്റെയും അതിൻ്റെയും പോൾസ് കണ്ടുപിടിക്കും. അപ്പോൾ എസ് സ്ക്വയർ ആൻഡ് അതിൻ്റെ രണ്ട് റൂട്ട്സ് കാണും. ഏതൊക്കെയാണെന്ന് നോക്കാം, ആ പോൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ മോഡ് എടുക്കുക. മോഡ് എടുത്തിട്ട് അതിൽ ഇക്വേഷൻ എടുക്കുക. അതിൽ അൺനോൺ ഉണ്ട്. ഇത് മറ്റേ ഇക്വേഷൻ സോൾവ് ചെയ്യണം, അല്ലാണ്ട് ഡിഗ്രി ഉണ്ട്. അപ്പം ആ ഫാക്ടേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് 2 എടുക്കുക. അതിൽ 2 പ്രസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും. അതിൽ കോയിഫിഷ്യൻറ്റ് 1, 4, 13. 1 ഈക്വൽ ടു 4 ഈക്വൽ ടു 13 ഈക്വൽ ടു അടിക്കുമ്പോൾ നമുക്ക് -2 കിട്ടും. പിന്നെ മുകളിൽ റിയൽ പാർട്ടുള്ളതുകൊണ്ട് -2 റിയൽ ഇതുണ്ട്, ഇമാജിനറി പാർട്ടുണ്ട്. -2 പ്ലസ് 3j. അപ്പോൾ ഒരു റൂട്ട് -2 പ്ലസ് 3j. അടുത്തത് വീണ്ടും നമ്മൾ ഈക്വൽ ടു അടിക്കാൻ നേരത്ത് x2 നേരത്തെ കിട്ടും. -2 ഷിഫ്റ്റ് ഈക്വൽ ടു അടിക്കാൻ നേരത്ത് -3j. അപ്പോൾ -2 പ്ലസ് 3jയും -2 -3j ആണ് നമ്മുടെ പോൾസ് എന്ന് പറയുന്നത്. പോൾസ് എല്ലാം മാർക്ക് ചെയ്യുന്ന ക്രോസ് ആയിട്ടും സീറോസ് വല്ലതും ഉണ്ടെങ്കിൽ മാർക്ക് ചെയ്യുന്ന 0 ആയിട്ടുമാണ്. ഓക്കെ, അപ്പോൾ നമ്മളത് നമുക്ക് ലൊക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ആ ഗ്രാഫിൻ്റെ അകത്ത് നമ്മൾ ആദ്യം നമുക്ക് ആ പോൾസ്, ഇപ്പോൾ ഇതാണ് നമ്മളെ ഗ്രാഫ് എന്ന് പറയുന്നത്. കൂടുതൽ നമ്മൾ ലെഫ്റ്റ് സൈഡ് കൂടുതൽ എടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, ലെഫ്റ്റ് സൈഡിൽ എന്ന് വെച്ചാൽ ഈ സെൻട്രൽ ലൈൻ കുറച്ചുകൂടെ നീക്കി കൊണ്ടുവരാൻ കുറച്ചുകൂടെ നല്ലതായിരിക്കും. കാരണം ചിലപ്പം കേസ് അത് കംപ്ലീറ്റും നെഗറ്റീവ് സ്റ്റേബിൾ എല്ലാം ലെഫ്റ്റ് സൈഡ് ഓഫ് എസ് പ്ലെയിൻ ആണ് നമ്മളെ സ്റ്റേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് വരയ്ക്കുന്ന റീജിയൻ കംപ്ലീറ്റ് അങ്ങോട്ടായിരിക്കും. സോ അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ നീക്കി കൊണ്ടുവന്നാൽ കൊള്ളാം. ഇതിലും പിന്നെ വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ ഗ്രാഫ് പേപ്പറിൽ നമ്മളിങ്ങനെ നമ്മളെ എസ് പ്ലെയിൻ വരയ്ക്കുക. എസ് പ്ലെയിനിൽ ഇവിടെ എന്താണ് റിയൽ പാർട്ട്, ഇത് ഇമാജിനറി. അതുപോലെ ഇങ്ങോട്ട് നെഗറ്റീവ് റിയൽ ആക്സിസ്, ഇത് പോസിറ്റീവ് റിയൽ ആക്സിസ്. നമ്മൾ എസ് പ്ലെയിൻ ആണ്, സിഗ്മ പ്ലസ് ജി ഒമേഗ പ്ലെയിൻ. സോ അപ്പോൾ നമ്മളിത് വരച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പോൾ മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ 3 പോൾസ് ഉണ്ടല്ലേ. ഒന്ന് എസ് എസ് ഈക്വൽ ടു 0 ഒരു പോളാണ്. എസ് എസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഒരു പോള്. അതെനിക്ക് എസ് സ്ക്വയർ പ്ലസ് 4s പ്ലസ് 13. അതിൽ 2 എണ്ണം വരും അല്ലേ, -2 പ്ലസ് 3j -2 -3j. എസ് എസ് ഈക്വൽ ടു 0 ഒരു പോളാണ്. അപ്പോൾ ഞാൻ ആ പോള് മാർക്ക് ചെയ്തു. എസ് ഈക്വൽ ടു 0 -2 പ്ലസ് 3j -2 പ്ലസ് 3j ഇവിടെ, -2 -3j അതിവിടെ. ഓക്കെ, ആ 2 മാർക്ക്. അങ്ങനെ 3 പോൾസ് നമ്മൾ ക്രോസ് ആയിട്ട് സീറോസ് വല്ലതും ഉണ്ടായാൽ നമുക്ക് 0 ആയിട്ട് മാർക്ക് ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, റൂട്ട് ലോക്കസ് പോണ വഴി എപ്പോഴും പോളിൽ നിന്ന് 0-ലോട്ടാണ്. എപ്പോഴും അങ്ങനെയായിരിക്കും, പോളിൽ നിന്ന് 0-ലോട്ട്. ഓക്കെ, അത് ഞാൻ പതിയെ വരുമ്പോൾ പറഞ്ഞുതരാം, വരയ്ക്കുന്ന റീജിയനും ഒക്കെ പറഞ്ഞുതരാം. ഇനി നമ്മൾ ആ റീജിയൻ വരയ്ക്കുക. അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് റീജിയൻ ടു ഫൈൻഡ് ദ റൂട്ട് ലോക്കസ് ഓൺ റിയൽ ആക്സിസ്. റിയൽ ആക്സിസിൽ റൂട്ട് ലോക്കസ് കണ്ടുപിടിക്കണം റീജിയൻ. റിയൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇത് ഈ ആക്സിസ്. ഈ ആക്സിൽ റൂട്ട് ലോക്കസിൻ്റെ കെയിൻ്റെ റീജിയൻ കാണും. അത് എവിടെയും നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് പോയിന്റ് എടുക്കും. നമ്മൾ റിയൽ ആക്സിസിലുള്ള പോൾസ് ഇവിടെ ഇത് മാത്രമേ ഉള്ളൂ അല്ലേ, റിയൽ ആക്സിലൊരു പോള്. നമ്മൾ ഇവിടെ കിടക്കുന്ന കോംപ്ലക്സ് പോൾസ് എടുക്കത്തില്ല. ഈ റിയൽ ആക്സിസിലെ പോൾസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റിലോട്ട് നമ്മൾ നോക്കും. നമ്മൾ ഏതെങ്കിലും ഒരു ടെസ്റ്റ് പോയിന്റ് എടുക്കും. നമ്മൾ ആ പോൾ ഏത് പോൾ, ഇപ്പോൾ ചിലപ്പോൾ ഇവിടെ ആയിരിക്കും പോൾ, എവിടെ ആയാലും നമ്മളൊരു ടെസ്റ്റ് പോയിന്റ് എടുക്കും. ടെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഒരു പോൾ എടുത്തു ഞാൻ. ആ പോളിന് ഞാൻ റൈറ്റിലോട്ട് ഞാൻ ഇവിടെ നിന്ന് ഒരു ലെഫ്റ്റ് സൈഡ് ടെസ്റ്റ് പോയിന്റ് എടുത്തു. അതിന് റൈറ്റിലൂടെ നോക്കാൻ നേരത്ത് ഓഡ് നമ്പർ ഓഫ് പോൾ അല്ലെങ്കിൽ സീറോസ് ആണെങ്കിൽ എൻ്റെ റീജിയൻ ലെഫ്റ്റിലോട്ട് അങ്ങ് പോകും. അല്ലാണ്ട് ഈവൻ നമ്പർ ആണെങ്കിൽ റൈറ്റിലോട്ട് വരും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കാൻ നേരത്ത് ഇവിടെ ഞാനൊരു ടെസ്റ്റ് പോയിന്റ് എടുത്തു വെച്ചാൽ എവിടെയെങ്കിലും എടുത്താൽ മതി. ഇതിന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടിയേ ഉള്ളൂ. നമ്മൾ ഈ ഒരു പോയിന്റ് എടുത്തു, അത് നമ്മൾ ചിന്തിച്ചാൽ മതി, വരയ്ക്കണ്ട. അത് റൈറ്റിലോട്ട് ഞാൻ നോക്കുവാണ്. റൈറ്റിലോട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ നോക്കുമ്പോൾ ഒരു പോൾ അല്ലെങ്കിൽ 0 ഉള്ളൂ. ഓക്കെ, അതിൻ്റെ അർത്ഥം ഓഡ് നമ്പറാണ് അല്ലേ, 1 ഒരെണ്ണമാണ്. അപ്പം ഓഡ് നമ്പറാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോകും. ലെഫ്റ്റ് സൈഡിലോട്ട് അങ്ങ് പോകും. കണ്ടോ, ആരോ പോകണം കണ്ടോ, ലെഫ്റ്റിലോട്ട് അങ്ങനെ പോകും. വേറെ ഒന്നുമില്ല, റിയൽ ആക്സിൽ വേറെ പോൾസ് ഒന്നുമില്ല. അങ്ങ് പോവുക മീൻസ് ഇൻഫിനിറ്റിലോട്ട് പോകും. കാരണം നമുക്ക് 0 ഇല്ലല്ലോ. പൊതുവേ ഇപ്പം ഇവിടെ എങ്ങാനും ഒരു 0 ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പം മേളിലായിരുന്നു നമ്മളെ 0. ഇപ്പം നമ്മുടെ ഫംഗ്ഷൻ്റെ മേളിൽ ഇപ്പോൾ s+4 എന്നും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അത് നമ്മളെ സീറോസാണ്. s+4 ഈക്വൽ ടു 0 എന്ന് എഴുതും. അപ്പോൾ എസ്സിന് വാല്യൂ കിട്ടും -4 എന്ന്. അപ്പോൾ അതൊരു 0 ആണ്. ഇപ്പോൾ ഇവിടെ s+4. അപ്പോൾ അതിനൊക്കെ ഇവിടെ s ഈക്വൽ ടു 0. ഇത് 2 ഫാക്ടേഴ്സ് എഴുതുമ്പോൾ s+4 മുകളിലത്തെ s+4 ഈക്വൽ ടു 0 എന്ന് എഴുതും. അപ്പോൾ s ഈക്വൽ ടു -4 എന്ന് വരും.
അപ്പോൾ അത് നമുക്ക് അങ്ങനെ ഒരു -4 ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ എങ്ങാനും വരുമല്ലേ ആ 0 എന്ന് പറയുന്നത്, എങ്കിൽ ഈ റീജിയൻ ഇവിടെ നിന്ന് ആ 0 വരെ പോകും, അത്രേ ഉള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് സീറോസ് ഇല്ല, മേളിലൊന്നുമില്ല, കെ മാത്രമേ ഉള്ളൂ. അതിൻ്റെ അർത്ഥം ഇതെങ്ങനെ അങ്ങ് പോകും, അങ്ങ് ഇൻഫിനിറ്റിലോട്ട് -ഇൻഫിനിറ്റിലോട്ട് പോകും സീറോസ് ഇല്ലെങ്കിൽ. അതാണ് ആരോ ഇങ്ങോട്ട് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ 4 എക്സാമ്പിൾ കാണിച്ചു ആ റീജിയൻ കണ്ടുപിടിക്കാനായിട്ട്. നെക്സ്റ്റ് പ്രോബ്ലത്തിൻ്റെ അകത്ത് അത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. നമ്മൾ ഈ പ്രോബ്ലത്തിൻ്റെ അകത്ത് നമ്മൾ നോക്കാൻ നേരത്ത് ഇതിനെ നമ്മൾ പോൾസും സീറോസും മാർക്ക് ചെയ്തപ്പോൾ ഈ അടുത്ത പ്രോബ്ലം നോക്കിയാൽ മതി. ഇവിടെ S=0 ഉണ്ട്, ഇത് മുകളിൽ സീറോസ് ഇല്ല. S=0 ഒരു 0 ആണ്. S=-2, S+2 0. അപ്പോൾ S=-2, S+4 0. അപ്പോൾ S=-4. അങ്ങനെ ഇവിടുത്തെ പോൾസ് എന്ന് പറയുന്നത് S=0, ആ 0 ഒരു എസിൻ്റെ വാല്യൂസ് ആണ് പോൾസ് എന്ന് പറയുന്നത്. താഴത്തെ S+2 0 നോക്കുമ്പോൾ S=-2, S+4 0 നോക്കുമ്പോൾ S=-4. അപ്പോൾ അങ്ങനെ 3 പോൾസ് ഉണ്ട്. ഈ 3 പോൾസ് നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്യും. S=0 ഒരു പോള്, S=-2 ഒരു പോള്, S=-4 ഒരു പോള് മാർക്ക് ചെയ്തു. ഇതിന് നമ്മളിവിടെ റൂട്ട് ലോക്കസിൽ റീജിയൻ, റിയൽ ആക്സിസിലെ റൂട്ട് ലോക്കസിലെ റീജിയൻ കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യും, ടെസ്റ്റ് പോയിന്റ് എടുക്കും. ആദ്യത്തെ പോൾ ഇതാണല്ലോ 0. അവിടെ നിന്ന് ഈ ലെഫ്റ്റ് സൈഡിലോട്ട് ഞാനൊരു പോയിന്റ് നോക്കിയിട്ട് ടെസ്റ്റ് പോയിന്റ് എടുത്ത് അവിടെ നിന്ന് റൈറ്റിലോട്ട് നോക്കുമ്പോൾ എത്രയാണ്, ഓഡ് നമ്പറാണ്, ഒരൊറ്റ പോളേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, അതുകൊണ്ട് ലെഫ്റ്റിലോട്ട് തന്നെ പോകും, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോകും. ആണ് ആരോ ഇങ്ങനെ കാണിക്കാം. ഇനി അടുത്ത പോൾ ഇതാണ്, രണ്ടാമത്തെ പോൾ S=2 ആണ്. അതിൻ്റെ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് ഞാൻ നോക്കുകയാണ്. റൈറ്റിലോട്ട് നോക്കുമ്പോൾ ഈവൻ നമ്പർ ഓഫ് പോൾസ്, അതിൻ്റെ അർത്ഥം റൈറ്റിലോട്ട് പോകും. അതാണ് റൈറ്റിലോട്ട് പോയത്. ഇനി അടുത്ത ഈ പോയിന്റ് നോക്കാൻ നേരത്ത് ലെഫ്റ്റ് സൈഡ് നോക്കുമ്പോഴത്തേക്കും റൈറ്റിലോട്ട് നോക്കുമ്പോൾ 3 എണ്ണം ഉണ്ട്, 1, 2, 3 പോൾ, 3 നമ്പർ ഓഫ് പോൾസ് അല്ലെങ്കിൽ സീറോസ് ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇത് ഇങ്ങോട്ട് പോകണം, അങ്ങോട്ട് പോകണം, റൈറ്റിലോട്ടല്ല പോകണം, ലെഫ്റ്റിലോട്ട്. കാരണം ഓഡ് നമ്പറാണ് ലെഫ്റ്റിലോട്ട് പോകും. ഓഡാണെങ്കിൽ ലെഫ്റ്റിലോട്ടും, ഈവൻ ആണെങ്കിൽ റൈറ്റിലോട്ടുമാണ് പോകണം. നമ്മൾ ഇവിടെ നിന്ന് റൈറ്റിലോട്ട് നോക്കിയപ്പോൾ ഇത് ഒരൊറ്റ ഓഡ് നമ്പർ ആയതുകൊണ്ടാണ് ഇത് ലെഫ്റ്റിലോട്ട് തന്നെ പോയത്. അടുത്ത പോയിന്റ് തൊട്ട് മുന്നേ നോക്കാൻ നേരത്ത് ഇവിടെ നിന്ന് എടുക്കാൻ നേരത്ത് റൈറ്റിലോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇവിടെ 2 പോൾസ് ആണ് ഉള്ളത്, അതായത് ഈവൻ നമ്പറാണ്. സോ ഈവൻ ആകുമ്പോൾ റൈറ്റിലോട്ട് പോകില്ലേ, അങ്ങനെയാണ് ഇത് റൈറ്റിലോട്ട് പോയത്. ഓടാണെങ്കിൽ ലെഫ്റ്റിലോട്ട്, ഇവിടെ നിന്ന് ഓടായിരുന്നു ഇവിടെ നോക്കിയപ്പം, അപ്പോൾ ലെഫ്റ്റിലോട്ട്, ഇങ്ങോട്ട് ലെഫ്റ്റിലോട്ട് പോയി. ഇനി അടുത്ത നമ്മൾ ഇവിടെ നിന്ന് പോയിന്റ് എടുത്ത് റൈറ്റിലോട്ട് നോക്കാൻ നേരത്ത് 1, 2, 3 ഇത് 3 ഓഡ് നമ്പറാണ്. ഓടായപ്പോൾ എന്ത് ലെഫ്റ്റിലോട്ട് പോയി. ഇപ്പം ഇവിടെ നോക്കാൻ നേരത്ത് ഈവൻ ആയിരുന്നെങ്കിൽ റൈറ്റിലോട്ട് വരുമായിരുന്നു, ഇങ്ങോട്ട് വരുമായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അതിൻ്റെ ആ ഒരു സ്റ്റെപ്പ് 2 നമ്മൾ ചെയ്യുന്നത്. ടു ഫൈൻഡ് ദ റൂട്ട് ലോക്കേഴ്സ് ഓൺ റിയൽ ആക്സിസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫസ്റ്റ് പ്രോബ്ലം നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം സ്റ്റെപ്പ് 2 കഴിഞ്ഞ് നമ്മൾ സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് ടു ഫൈൻഡ് ദ ആംഗിൾ ഓഫ് അസിംപ്റ്റോട്ട്സ് ആൻഡ് സെൻട്രോയിഡ്. അപ്പോൾ ഈ അസിംപ്റ്റോട്ട്സ് ശരിക്കും എന്തിനാണ് വരയ്ക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആ റൂട്ട് ലോക്കേഴ്സ് നമ്മുടെ വരയ്ക്കാൻ നേരത്ത് അതിന് പാരലായിട്ട് വരും. അതിന് വേണ്ടി വരുന്ന ആ ഒരു റീജിയണൽ അസിംപ്റ്റോട്ട്സ് ഞാൻ ചെയ്തു വരും മനസ്സിലാവും. സോ അതിന് വേണ്ടി ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത് സെൻട്രോയിഡാണ്. അസിംപ്റ്റോട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് സെൻട്രോയിഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കണ്ടുപിടിക്കാം. സെൻട്രോയിഡ് എന്ന് പറയാൻ നേരത്ത് നമ്മൾ കണ്ടുപിടിക്കേണ്ട ഫോമുല താണ്ടേ കണക്കുന്നു. സം ഓഫ് പോൾസ് മൈനസ് സം ഓഫ് സീറോസ് ബൈ നമ്പർ ഓഫ് പോൾസ് മൈനസ് നമ്പർ ഓഫ് സീറോസ്. സം ഓഫ് പോൾസ് ഏതൊക്കെയായിരുന്നു, 0 ഒരു പോളാണ്, -2 + 3j ഒരു പോളാണ്, -2 - 3j ഒരു പോളാണ്. ഈ പോളിൻ്റെ എല്ലാത്തിനെയും സമ്മ് മൈനസ് സം ഓഫ് സീറോസ് ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ഞാൻ 0 എന്ന് കൊടുത്തു. ഡിവൈഡ് അപ്പോൾ നമ്പർ ഓഫ് പോൾസ്, എത്ര പോൾസ് ഉണ്ട്, S=0 ഒരു പോളാണ്, 2 - 3j, -2 - 3j, പിന്നെ -2 + 3j, 3 പോളുണ്ട്. അപ്പം 3 പോള് മൈനസ് നമ്പർ ഓഫ് സീറോസ് ആണ് m. അപ്പോൾ അത് 0. ഓക്കെ, നമ്മൾ ചെയ്യും -4/3 -1.33 എന്ന് കിട്ടും. അതാണ് നമ്മുടെ സെൻട്രോയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ സെൻട്രോയിഡും പാർക്ക് ചെയ്യും 0 ഗ്രാഫ് ഇപ്പം ഒരു സൈക്കിള് ഒരു ഡിവിഷൻ അല്ലെങ്കിൽ ഒരു സ്ക്വയർ എന്ന് പറയുന്നത് -0.5 യൂണിറ്റ്സിലാണ് പോകുന്നത് കേട്ടോ. ഇത് -1, ഇത് -2, അങ്ങനെ കൊടുത്താൽ കുറച്ചുകൂടെ സൈസിൽ കിട്ടും. പൊതുവെ അങ്ങനെ കൊടുക്കുന്നത് നല്ലത്. അപ്പം ഇത് -1.33 അല്ലേ, അപ്പോൾ അവിടെ -1.3 അറിയാമല്ലോ പോയിന്റ്, അത് നമ്മളെ സെൻട്രോയിഡ്. ഇനി അസിംപ്റ്റോട്ട്സ് ആണ് ഈ സാധനം വരച്ചിരിക്കുന്നത്, അത് എങ്ങനെ കണ്ടുപിടിക്കുന്നത് നോക്കാം. സെൻട്രോയിഡിന് വേണ്ടി നമ്മൾ അസിംപ്റ്റോട്ട്സ് അതെങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അസിംപ്റ്റോട്ട്സ് നോക്കാം. അപ്പോൾ അസിംപ്റ്റോട്ട്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ്, ഇതാണ് ഫോർമുല 180 ± 180 × 2q + 1/n - m. ഇതിന് ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ്. n എന്ന നമ്പർ ഓഫ് പോൾസ്, m നമ്പർ ഓഫ് സീറോസ്. ഇവിടെ നമുക്കറിയാം നമ്പർ ഓഫ് പോൾസ് 3, നമ്പർ ഓഫ് സീറോസ് 0, വേറെ സീറോസ് ഒന്നുമില്ല. അപ്പം ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 3 ആണെന്നറിയാം. ഓക്കെ, പിന്നെ ഈ ക്യൂവിൻ്റെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുക്കുന്ന റേഞ്ച് എന്ന് പറയുന്നത് 0 തൊട്ട് 0 to n - m വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ കേസിൽ n - m നോക്കുമ്പോൾ 3 ആണ്. അപ്പോൾ 0 തൊട്ട് 3 വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം q=0 ഞാൻ ആദ്യം ഇട്ട് കൊടുക്കാൻ നേരത്തെ എന്ത് കിട്ടും, ± 180/3 എന്ന് കിട്ടും. ഇപ്പോൾ ± 60. അടുത്ത ക്യൂവിന് 1, അപ്പോൾ q=3 വരെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അക്കോർഡിംഗ് ടു q എന്ന് പറഞ്ഞാൽ ശരിക്കും 0 to n - 1 ഉണ്ട്. അപ്പോൾ അതിൻ്റെ
അപ്പോൾ 3 വരെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇവിടെയും കിട്ടും. അങ്ങനെ ഓരോ വാല്യൂസും ക്യൂവിന് ഓരോ വാല്യൂസ് n-1 എന്തായാലും 3 ആണ്. ഓക്കെ, ഓരോ വാല്യൂസും ഇത്രയും നമുക്ക് വാല്യൂസ് കിട്ടും. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ രണ്ടെണ്ണമൊക്കെ മതി, പിന്നെ അത് കോമൺ ആയിട്ട് തന്നെ വരും. അപ്പോൾ നമ്മുടെ +or-60 നമുക്ക് പിന്നെ +or-180 അതിൽ നമുക്ക് നോക്കാം. +or-60 നമ്മുടെ ഒരു ആംഗിൾ എടുക്കാൻ നേരത്ത് മേളിലോട്ട് പോവുകയാണെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസ് പോവുകയാണെങ്കിൽ പോസിറ്റീവും അവിടെ നിന്ന് താഴോട്ട് വരുവാണെങ്കിൽ നെഗറ്റീവും ആണ്. അപ്പം ഇവിടെ നമ്മൾ മേളിലോട്ട് പോയി, അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഇങ്ങോട്ട് പോയി, അത് പോസിറ്റീവ് ആംഗിളാണ്. ഇത് +60. ഓക്കെ, അതെനിക്ക് +or-60 ഇല്ല, -60 വരുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ നമ്മൾ പൊട്രാക്ടർ വെച്ചിട്ട് അപ്പോൾ ഈ പോയിന്റ് സെൻറ്ററിൻ്റെ അവിടെ നിന്ന് പൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ നമ്മൾ പൊട്രാക്ടറിൽ നിന്ന് -60 എടുത്ത് ആ ഒരു ലൈൻ വരയ്ക്കും. സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചാൽ മതി. അത് -60 നേരെ അങ്ങ് വരയ്ക്കുക. ഡോട്ടഡ് ലൈൻ ആയിരിക്കണം, ഡാർക്ക് ചെയ്ത് വരയ്ക്കാനേ പാടില്ല. പിന്നെ അടുത്ത -60 എങ്ങനെ വരയ്ക്കും, ഇവിടെ നിന്ന് ഇങ്ങനെ പൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ നിന്ന് എന്താ -60 നമ്മൾ എടുക്കും. -60 ഇല്ല, ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ നോക്കി 60 അങ്ങ് എടുത്താൽ മതി. ഓക്കെ, ആ ഒരു പോയിന്റ് അത് ഇങ്ങനെ നീട്ടി വരയ്ക്കും. പൊട്രാക്ടറിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം അങ്ങനെ 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടും. പിന്നെ അതിനുശേഷം നമ്മൾ കണ്ടുപിടിക്കേണ്ട എന്തോന്നാണ്, പിന്നെ +or-180. +or-180 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ തന്നെ കിടക്കുമല്ലേ, 180 അല്ലേ. ഓക്കെ, അപ്പം +60 നോക്കിക്കോണം. ഇവിടെ നമ്മൾ പൊട്രാക്ടർ വെച്ചിട്ട് ഇവിടെ നിന്ന് +60 തിരിച്ച് പൊട്രാക്ടർ വെച്ചിട്ട് -60. ഓക്കെ, ആ പോയിന്റ് സെൻട്രോയിഡിൻ്റെ അവിടെ വെച്ചിട്ട് -60. -60 ആണ് നമ്മുടെ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് പോണത് മൈനസാണ്. അത് കഴിഞ്ഞ് പിന്നെ +or-180. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും +or-300. +or-300 എന്തോന്നാണ്, 300 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ നിന്ന് 3 വന്ന് 600 ആണല്ലേ ഇവിടെ വന്ന് ഇങ്ങനെ 0, 90, 180, 270, 6 ഇവിടെ വരുമ്പോൾ 360 കാട്ടി ഒരു 60 കുറച്ചാൽ 300 ആണല്ലേ. അപ്പോൾ ഏകദേശം ഇവിടെ തന്നെ വരും +or-. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത +or-2 420 വന്നു. +or-420 ഇത് കണക്ക് തന്നെ ഇതുവരെ 360. അപ്പോൾ 360 കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് +90. അപ്പം അത് കണക്ക് തന്നെ 420 വരുന്നത് ഇവിടെ വരും +420. അപ്പം ഇത് തന്നെ എല്ലാം കൂടെ സെയിം ഏകദേശം +or-60 വരുമ്പോൾ തന്നെ എല്ലാം വരും. അതിനൊക്കെ 80. പിന്നെ അങ്ങോട്ട് നമ്മൾ അങ്ങനെ നോക്കണ്ട, സെയിം തന്നെ വരും, എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ പിന്നെ നമ്മളത് നോക്കണ്ട. അപ്പോൾ നമ്മൾ അസിംപ്റ്റോട്സ് വരയ്ക്കും. അസിംപ്റ്റോട്സ് വരയ്ക്കണം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പ്ലോട്ട് നമ്മൾ ഈ റീജിയൻ വരയ്ക്കുമ്പോൾ അത് ഈ റൂട്ട് ലോക്കസ് അതിന് പാരലായിട്ടായിരിക്കും പോകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ അസിംപ്റ്റോട്ട് വരയ്ക്കുന്നത്. ഓക്കെ, ഇത് ക്രോസ് ചെയ്യരുത്. ഈ അസിംപ്റ്റോട്ട് ക്രോസ് ചെയ്ത് അതിൻ്റെ അകത്ത് ആ റീജിയൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അസിംപ്റ്റോട്ട് വരയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ സാധനം ഇങ്ങനെ പോകുന്നത് ഇങ്ങനെ പോലും ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്തൊന്ന് പൊയ്ക്കളയില്ല, ഇങ്ങനെയൊന്ന് ക്രോസ് ചെയ്ത് പോവാതിരിക്കാൻ എന്ന് വെച്ചാൽ ഇതിന് പാരലായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അസിംപ്റ്റോട്സ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് പാരലായിട്ടിരിക്കണം, ഏകദേശം പാരലൽ, ഒരുപാട് പാരലാണെന്നില്ല, ചെറുതായിട്ടൊരു പാരലൽ ആ രീതിയിൽ വരയ്ക്കുക. അതിനാണ് അസിംപ്റ്റോട്സ്. ലോക്കസ് ക്രോസ് ചെയ്യാത്ത രീതിയിൽ വരയ്ക്കുക. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത കാര്യം കണ്ടുപിടിക്കണം, ടു ഫൈൻഡ് ദ ബ്രേക്ക് അവേ അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ്. ആദ്യം ഇത് എന്തുവാണെന്ന് പറയാം. ബ്രേക്ക് അവേ ആൻഡ് സ്റ്റെപ്പ് 4 ആണ്. ബ്രേക്ക് അവേ അല്ലെങ്കിൽ ബ്രേക്കിംഗ് പോയിന്റ് എന്ന് പറയും. ബ്രേക്ക് അവേ പോയിന്റ് എന്ന് പറയുന്നത് ശരിക്കും പറയാം 2 പോൾസിന് ഇടയ്ക്ക് വരുന്ന പോയിന്റ്സ് ആണ് ബ്രേക്ക് അവേ. 2 പോൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വരും ബ്രേക്ക് അവേ പോയിന്റ്. 2 സീറോസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ വരുന്നതാണ് ബ്രേക്കിംഗ് പോയിന്റ്. 2 പോളിനിടയിൽ റൂട്ട് ലോക്കസ് വരുമ്പോൾ അതിൻ്റെ അകത്തൊരു ബ്രേക്ക് അവേ ഉണ്ടാകും. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്ത് പോകും ലോക്കസ്. സോ അതിന് വേണ്ടിയാണ് ബ്രേക്ക് അവേ എന്ന് പറയുന്നത്. അതിനൊക്കെ 2 പോളിനിടയ്ക്ക് വരുന്നത് ബ്രേക്ക് അവേ, 2 സീറോയുടെ ഇടയ്ക്ക് വരുന്നത് ബ്രേക്ക് ഇൻ പോയിൻറ്റ്സുമാണ്. സോ അപ്പോൾ അതാണ്. അപ്പോൾ അത് ബ്രേക്ക് അവേ അല്ലെങ്കിൽ ബ്രേക്കിൻ ഏതായാലും കണ്ടുപിടിക്കാനൊരു ഇതെന്ന് പറയുന്ന വഴി എന്ന് പറയുന്നത് C/R(s). C/R(s) ഇസ് ക്ലോസ് ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. നമ്മൾ ബ്രേക്ക് അവേ കണ്ടുപിടിക്കുകയാണെങ്കിൽ ബ്രേക്കിൻ ഏതായാലും കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളതിന് ക്ലോസ് ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ കണ്ടുപിടിച്ച് നമ്മുടെ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതിയിട്ടാണ് നമ്മളിനി ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറയുവാണെങ്കിൽ 2 പോളിനിടയ്ക്ക് അല്ലെങ്കിൽ 2 സീറോയിലിടയ്ക്കും മാത്രമേ ഇത് രണ്ടും എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഒരു പോളേ ഉള്ളൂ, കാണുമ്പോൾ തന്നെ അറിയാം എക്സിസ്റ്റ് ചെയ്യത്തില്ല, ബ്രേക്ക് അവേയും ബ്രേക്കിന് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ എന്നാലും നമ്മളത് ചെയ്ത് കണ്ടുപിടിക്കണം. ഇത് ചെയ്ത് കണ്ടുപിടിക്കേണ്ട മെത്തേഡെന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക. അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഇത് കണ്ടുപിടിക്കണം ഉണ്ടോ ഇല്ലയോ, ഏതാണ് ആ ബ്രേക്ക് അവേ പോയിന്റ് എന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തെ സ്റ്റെപ്പ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. നമ്മൾ അതിന് വേണ്ടി ക്ലോസ് ടു ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ അത് ചെയ്ത് ക്ലോസ് ലൂപ്പ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളിനി ബാക്കി കാര്യങ്ങൾ ചെയ്യണത്. ഇനി ഒരു പോളിൻ്റെയും ഒരു സീറോയുടെയും ഇടയ്ക്ക് വന്നാൽ നമുക്ക് മേ ഓർ മേ നോട്ട് ബി, ബ്രേക്ക് അവേയും ബ്രേക്കിൻ പോയിന്റ് മേ ഓർ മേ നോട്ട് ബി ആണ്. ചാൻസ് ഉണ്ട് എന്ന് പറയാം. 2 പോളിനിടയ്ക്ക് വന്നാൽ ബ്രേക്ക് അവേ, ഒരു പോളും ഒരു സീറോയുടെ ഇടയ്ക്ക് വന്നാൽ ചാൻസ് ഉണ്ട്, വരാതിരിക്കാം, മിക്കവാറും വരില്ല. ഓക്കെ, 2 സീറോയുടെ ഇടയ്ക്കാണെങ്കിൽ ബ്രേക്കിൻ.